ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലിവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് നോമിനേഷന് വേണ്ടി എല്ലാ മത്സരാർത്ഥികളെയും വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, 12 ആഴ്ച നിങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ 12 ആഴ്ചകളിൽ നടന്ന ഈ നോമിനേഷനുകളിൽ ഏറ്റവും അധികം പ്രാവശ്യം നോമിനേറ്റ് ചെയ്യപ്പെട്ട 2 മത്സരാർത്ഥികളുണ്ട്. ഒന്ന് അനുമോൾ, 2 നെവിൻ. ഈ 8 ആഴ്ചകളിലും നോമിനേഷനിലൂടെ നിങ്ങൾ പുറത്തു പോകാതിരുന്നത് പുറത്ത് നിങ്ങൾക്ക് ലഭിച്ച അല്ലെങ്കിൽ പ്രേക്ഷകർ നിങ്ങൾക്ക് നൽകിയ പിന്തുണയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകരോട് നിങ്ങൾ നന്ദി പറയുക എന്ന് പറഞ്ഞ് 2 ആൾക്കാരെയും മുൻപിലേക്ക് വിളിക്കുന്നുണ്ട്. അനുമോൾ വന്ന് പറഞ്ഞത്, ഞാനിവിടേക്ക് വരിക എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. ഞാൻ കഴിഞ്ഞ 12 വർഷമായി ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്. ആ ഇൻഡസ്ട്രിയിലുള്ള ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും ആ ഇൻഡസ്ട്രിയിൽ കൂടി എന്നെ മനസ്സിലാക്കിയ അറിഞ്ഞ ജനങ്ങൾ എനിക്ക് വീണ്ടും സപ്പോർട്ട് നൽകും എന്നുമുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വീട്ടുകാരും എനിക്ക് സപ്പോർട്ട് അല്ലായിരുന്നു. ഇവിടേക്ക് ഞാൻ വരുന്നതിന് വീട്ടുകാർക്കാർക്കും താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കഴിഞ്ഞ 12 ആഴ്ചകളിൽ 8 പ്രാവശ്യം നോമിനേഷനിലേക്ക് വന്നു. എന്നിൽ നെഗറ്റീവുമുണ്ട്, പോസിറ്റീവുമുണ്ട്. എൻ്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം മനസ്സിലാക്കുകയും നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെ എന്നെ നിങ്ങൾ പരിഗണിക്കുകയും ഇവിടെ നിലനിർത്തുകയും ചെയ്തതിന് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഞാൻ നിലനിൽക്കുന്ന സമയത്ത് എന്നിലെ നെഗറ്റിവിറ്റികളും പോസിറ്റിവിറ്റികളും ഇവിടെ നിങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അത് മനസ്സിലാക്കി പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നെവിനാണ് സംസാരിച്ചത്. ഞാൻ ഇതുവരെയും എൻ്റെ ക്യാരക്ടർ ഫിൽട്ടർ ചെയ്തിട്ടില്ല. ഇവിടെ എനിക്ക് സങ്കടങ്ങൾ വന്നപ്പോൾ ആ സങ്കടം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ആ ദേഷ്യം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഉള്ളതുപോലെ തന്നെ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് താൻ ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഈ 2 ആൾക്കാരും പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞിട്ട് മടങ്ങി പോവുകയാണ്. അടുത്തതായി ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന വ്യക്തി അത് അനീഷാണ്. അനീഷിനെയും ബിഗ് ബോസ് മുൻപോട്ട് വിളിക്കുന്നുണ്ട്. ഏറ്റവും കുറച്ചു പ്രാവശ്യം തന്നെ നോമിനേറ്റ് ചെയ്തതുകൊണ്ട് വീട്ടുകാർക്ക് നന്ദി പറയുവാനാണ് അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞത്. അനീഷ് വീട്ടുകാർക്ക് നന്ദി പറയുമ്പോൾ ഒരു കാര്യം താൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടെ നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്നെയും ഒരു വലിയ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളാണ് എൻ്റെ എല്ലാം. ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു, ഇവിടുന്ന് പോയാൽ ഞാൻ ഒരിക്കലും നിങ്ങളുമായി ബന്ധം വെച്ച് പുലർത്തുകയില്ല. ഒരു കൈയകലത്തിൽ മാത്രമേ ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തുകയുള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ തിരുത്തി പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെ ഒരിക്കലും എൻ്റെ പഞ്ചായത്തിൽ പോലും കയറുവാൻ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ എൻ്റെ നാട്ടിലേക്ക് വരണം. അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനും കേൾക്കുവാനുമുണ്ട്. എൻ്റെ നാട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇത് പറഞ്ഞ് താൻ മടങ്ങിപ്പോയിരുന്നതിന് ശേഷം ബിഗ് ബോസിനോട് വീണ്ടും അനുവാദം ചോദിക്കുകയാണ്. ബിഗ് ബോസ്, ഒരു വാക്കുകൂടി എനിക്ക് പറയുവാനുണ്ട്. ഞാൻ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞില്ല. തുടർന്ന് താൻ മുൻപോട്ട് വന്നതിന് ശേഷം പ്രേക്ഷകരാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി. അതുകൊണ്ട് നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നെ ഇവിടെ നിലനിർത്തിയതിന് എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിലേക്ക് എത്തിയ അനുമോളും നെവിനും 8 പ്രാവശ്യം വീതം. ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന അനീഷ് 5 പ്രാവശ്യം. ഈ 2 ആൾക്കാർക്കും ബിഗ് ബോസിന്റെ വകയായിട്ട് ഒരു അനുമോദനമുണ്ടായിരുന്നു, സമ്മാനമുണ്ടായിരുന്നു. ബിഗ് ബോസ് നെവിനും അനുമോൾക്കും കൂടി 25 കോഴിമുട്ടകൾ വീതമാണ് കൊടുത്തത്. നെവിന് 5 ലിറ്റർ പാല്, കവർ പാലുകളാണ് 5 ലിറ്റർ. അത് എല്ലാവരും ഹർഷാരവത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. ഇനിയിപ്പോൾ എല്ലാ ആൾക്കാർക്കും പാലും മുട്ടയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. അടുത്തത് നോമിനേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നോമിനേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ബിഗ് ബോസ് പറഞ്ഞു, ഇത്രയും നാളുണ്ടായിരുന്ന പോലുള്ള നോമിനേഷൻ അല്ല ഇനി ഇപ്പോൾ വരാൻ പോകുന്നത്. ഇത് ഫിനാലെ വീക്കിന് തൊട്ട് മുൻപുള്ള നോമിനേഷനാണ്. ടാസ്ക് കളിച്ച് വിൻ ചെയ്ത് ടിക്കറ്റ് ടു ഫിനാലെ കരസ്ഥമാക്കിയ നൂറ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെയും നോമിനേഷനിലേക്ക് ഇടുകയാണ്. ബിഗ് ബോസിന്റെ ആ പ്രസ്താവന വലിയ ആഹ്ലാദത്തോടു കൂടി സ്വീകരിച്ചത് അക്ബറും നെവിനുമായിരുന്നു. സത്യത്തിൽ ഉടൻ തന്നെ വീട് വിട്ടവർ പുറത്തേക്ക് ഇറങ്ങുന്നു, ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഭയങ്കര സന്തോഷമായി എന്ന്. എന്താണ് കാരണം? അതായത് വീട്ടുകാരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ 2 പേരും മോശക്കാരാണ്, വൃത്തികെട്ടവന്മാരാണ്, ഇതെല്ലാം കൂടി പറഞ്ഞ് നമ്മളെ 2 പേരെയും കൂടി ഒരുമിച്ച് എല്ലാവരും ചേർന്ന് നോമിനേറ്റ് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് അക്ബർ വാചാലനാവുകയാണ്. ഷാനവാസ് ഇരിക്കുന്നിടത്തേക്ക് നൂറ പോകുന്നു, അനുമോൾ അവിടെ വന്നിരിക്കുന്നു, അടുത്തടുത്തിരിക്കുകയാണ്. ഗ്രൂപ്പ് ചേർന്ന് എല്ലാവരും കൂടി അടുത്തിരിക്കുകയാണ്. നമ്മളെ കൊത്തിവലിച്ച് കീറാൻ വേണ്ടി ഞാൻ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ഇവർ 2 പേരും കൂടി ഉള്ള കുറ്റങ്ങൾ മുഴുവൻ നമ്മുടെ മേലെ ആരോപിച്ച് നമ്മളെ നോമിനേഷനിലേക്ക് എടുത്തിട്ട് കളയുമെന്ന്. എന്തായാലും ബിഗ് ബോസ് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് വല്ലാത്ത ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് മൈജി കോർണറിൽ പോയിരുന്നുകൊണ്ട്. നെവിൻ അവിടെ വെച്ച് പറയുന്നുണ്ട്, അവരും സന്തോഷമൊക്കെ പുറമെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ മനസ്സിൽ ഭയങ്കര സങ്കടമാണുള്ളത്. ശരിക്കും ബിഗ് ബോസിനറിയാം ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തതാണ്. അതെ,
ബിഗ് ബോസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത് തന്നെയാണ്. അത് ആർക്കാണ് അറിയാത്തത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പുറം ലോകത്തിലും ചർച്ചയുണ്ട് ബിഗ് ബോസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴത് നിങ്ങൾക്കും മനസ്സിലായിരിക്കുന്നു. തീർച്ചയായിട്ടും 100% പ്രേക്ഷകർ സംസാരിച്ചത് തന്നെ നിങ്ങളും സംസാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നോമിനേഷൻ വിഷയത്തിൽ അക്ബർ പറഞ്ഞതിനോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്നു അവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുവാൻ വേണ്ടിയായിരുന്നു ഈ നോമിനേഷനിൽ കാത്തിരുന്നത് എന്ന്. ഇത് തന്നെയല്ലേ നിങ്ങളും ചെയ്തിട്ടുള്ളത്? നിങ്ങൾ അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കി മുന്നമേ കൂട്ടി നോമിനേഷനിലേക്ക് ആരെല്ലാം വലിച്ചിടണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു ധാരണയുണ്ടാക്കി. അതുകൂടാതെ നോമിനേഷൻ ടൈമിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് മാത്രമാണ് ഇരുന്നിട്ടുള്ളത്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീം അവരെ ഒരു സൈഡാക്കി മാറ്റിയിരിക്കുന്നു. എന്നിട്ട് ഇവരെ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കുറ്റങ്ങളെല്ലാം ആരോപിച്ച് നിങ്ങൾ അവർക്കെതിരെ ആഞ്ഞടിക്കുകയും അവരെ നോമിനേറ്റ് ചെയ്യുകയുമായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളത് ഭയപ്പെടുകയാണ്. അവരും ആ തരത്തിൽ തന്നെ നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം എന്താണ്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ചെയ്തു കൂട്ടിയതൊക്കെ മാപ്പർഹിക്കാത്ത തരത്തിലുള്ള തെറ്റുകളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അവരെ മാനസികമായി നിങ്ങൾ എത്രത്തോളം ക്ലേശം അനുഭവിപ്പിച്ചു, ശാരീരികമായി അവർ ബുദ്ധിമുട്ടുന്ന എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ അവിടെ ചെയ്തു. നിങ്ങൾ അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. പ്രജകൾ എന്നുള്ള രീതിയിൽ ആ വീട്ടിൽ നിങ്ങൾ അഴിഞ്ഞാട്ടം നടത്തി. അതെല്ലാം വീക്കെൻഡ് എപ്പിസോഡിൽ തുറന്നു കാട്ടുവാൻ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ വീട്ടുകാർക്ക് ആവോളം അവസരങ്ങൾ കൊടുത്തു. കിട്ടിയ അവസരത്തിൽ അവർ നിങ്ങൾ കാണിച്ചത് മുഴുവനും പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നു കാട്ടി. എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തലകുനിച്ചിരിക്കേണ്ടി വന്നു. അവരുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ ആരോപണങ്ങൾക്ക് അവർ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ നല്ല വാചകക്കസരത്തോടു കൂടി സംസാരിക്കാൻ അറിയാവുന്ന അക്ബർ പോലും അണ്ണാക്കിൽ പിരിവെട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭയമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എങ്ങനെയാണോ അവരെ ആക്രമിച്ചത് അതുപോലെ തന്നെ തിരികെ നിങ്ങളും ആക്രമിക്കപ്പെടുമെന്ന്. എന്നാൽ നിങ്ങളോട് ബിഗ് ബോസ് കരുണ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഫേവർ ചെയ്തിരിക്കുന്നു ബിഗ് ബോസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെട്ടത് തന്നെ സംഭവിക്കുമായിരുന്നു. അക്ബറിനെയും നെവിനെയും തന്നെ ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും നോമിനേറ്റ് ചെയ്യുമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെതിരെയായിരുന്നു ആ വീട്ടിലെ മുഴുവൻ വോട്ടുകളും വന്നത്. നിങ്ങളുടെ കൂടെ നിന്ന ആര്യനെ ഒരാൾ പോലും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ആ നോമിനേഷൻ തന്നെ ഇന്നും വരുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. പിന്നെ നിങ്ങൾക്ക് അവരുടെ കൂട്ടത്തിൽ 2 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോഴും പലരും രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരു കാര്യം വന്നാൽ അത് മാനസികമായി നിങ്ങളെ ഉലച്ചു കളയുമെന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. നിങ്ങളത് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് ബിഗ് ബോസിന് അറിയാം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നിങ്ങളോട് കരുണ കാണിച്ചു. ഇത്രയധികം നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു. ഇനിയിപ്പോൾ ബാക്കി കാര്യം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നുള്ള ചിന്തയിൽ നിങ്ങളെയും അവരെയും ഒരുമിച്ച് നോമിനേഷനിലേക്ക് ഇട്ടു. ഇത് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്രേക്ഷകരും കാലങ്ങളായി ആഗ്രഹിച്ചൊരു കാര്യമാണ്. എല്ലാവരെയും നോമിനേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. മുഖം നോക്കാതെ പ്രേക്ഷകർ വിധിക്കട്ടെ ആര് നിൽക്കണം ആര് പോകണമെന്നുള്ളത്. ആ ഒരു വിധിക്ക് വേണ്ടി അവസാന വീക്കിൽ ഇപ്പോൾ ബിഗ് ബോസ് അവരെയും നോമിനേഷനിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മാത്രമല്ല, ഈ ഒരു സീസൺ മുഴുവൻ ഇവിടെ വിലയിരുത്തപ്പെടേണ്ടതാണ്. ആരൊക്കെയാണ് ഫേക്ക് ആയിട്ട് നിന്നത്, ആരൊക്കെയാണ് സേഫ് ഗെയിം കളിച്ചത്, ആരായിരുന്നു നിലപാടുകളുള്ളത്, ആരാണ് കുത്തിത്തിരിപ്പ് നടത്തിയത്, ആരാണ് വളച്ചൊടിച്ചത്, ആരാണ് ഗുണ്ടായിസം കാണിച്ചത്, ആരാണ് ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത്, ആരുടെ നീതിയാണ് നിഷേധിക്കപ്പെട്ടത്. ഇതെല്ലാം വിലയിരുത്തുവാനും ചിലരുടെയൊക്കെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയും അടിക്കുവാനുള്ള അവസരം ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ചിന്തിക്കുക.